രോമാഞ്ചം. ഇവിടുത്തെ പെൺപട ഫുൾ പവറാണ്. പൊന്നു മക്കളെ, ഇതിന്റെ അപ്പുറമാണ് പടം. എല്ലാവരും ഈ ഒരു എനർജി തന്നെ പോയി കാണണേ. രോമാഞ്ചം. കലക്ക പാട്ടോടെ എതിരുണ്ട്. ആദ്യമായിട്ട് ഒരു കോളേജിൽ ഇത്രയും പവറിനൊക്കെ പറഞ്ഞു. നിങ്ങളുടെ കൂടെ തുള്ളാനുള്ള മൂടി തന്നെ ആ ഹാപ്പിനെസ് പിന്നെയും കണ്ടിന്യൂ ആയിട്ട് എന്ന് വിചാരിക്കുന്നു. അന്നൊരു പടം ഇറങ്ങുന്നുണ്ട്, റൊമാൻസ്. ഞങ്ങൾ എല്ലാവരും തകർത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയി ആ പടം കാണാൻ എൻജോയ് ചെയ്യും. കപ്പിൾസിന് പോവാം, സിംഗിൾസിനും പോവാം. ഇവിടുത്തെ പെൺപട ഫുൾ പവറാണ്. ഈ എനർജിയാണ് ഞങ്ങളുടെ സിനിമയിൽ ഞങ്ങൾ കൺവേ ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളത്. ഈ എനർജി ഉണ്ടാവുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തിയേറ്ററിലും ഈ എനർജി ഉണ്ടാവണം. പൊന്നു മക്കളെ, ആകെ ചെറിയൊരു ഓഡിറ്റോറിയ, എങ്ങനെയാണ് ഇത്ര എനർജി? 14-ാം തീയതി നമുക്ക് പൊളിക്കാം. എന്തോ സ്ക്രീനില് അമൽ ടൈഗേഴ്സ് ആദ്യമൊക്കെ ഭയങ്കര ശത്രുക്കളാണ്. പക്ഷെ റിയൽ ലൈഫിൽ അങ്ങനെയല്ല. ഞാൻ എന്തെങ്കിലും പറയണമെന്ന് ആലോചിച്ചാൽ ഈ തെണ്ടികേറി പറയും. ഇപ്പൊ പറഞ്ഞു ഈ തെണ്ടി ഞാൻ പറഞ്ഞു മനസ്സിൽ വിചാരിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും പറഞ്ഞു. ലേറ്റ് ആയി വന്നതിന് സോറി, ഇങ്ങോട്ട് കയറാൻ നേരത്തെ ആളുണ്ടായിരുന്നില്ല, എല്ലാം പറഞ്ഞു. ഞാനിനി എന്താ പറയുന്നത്? ഇപ്പൊ ഭയങ്കര നമ്മൾ നേരത്തെ പോയ കോളേജിൽ ഒരുപാട് കൂടുതൽ ആൾക്കാരുണ്ടായിരുന്നു, കൂടുതൽ സ്പേസ് ഉണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അത്ര സ്പേസ് ഇല്ല. പക്ഷെ അതിന്റെ ഇരട്ടി എനർജി ഇവിടെ ഉണ്ട്. എല്ലാരും ഓരോ കാര്യങ്ങൾ പറഞ്ഞു. എനിക്ക് മറ്റേ കൂടുതലും അവിടെ വന്ന് നിന്ന് ബഹളം ഉണ്ടാക്കാനാണ് താല്പര്യം. എന്റെ അപ്പൻ പഠിച്ച കോളേജാണ്. എന്റെ നാടേ പറയോ? എടാ എന്റെ നാട് കോട്ടയം. ഞാൻ അവിടെ ഡാൻസ് കളിച്ചിട്ട് പോകും. അപ്പൊ നിങ്ങളുടെ കോളേജ് ലൈഫ് അല്ല സ്കൂൾ ലൈഫ് എങ്ങനെയുണ്ടെന്ന് പറഞ്ഞുതരോ? ഞാൻ കോളേജിൽ പോയിട്ടില്ല. പറയാൻ അങ്ങനെ ഒരു കോളേജ് ഇല്ല. ഒരു അനിമേഷൻ ആയിരുന്നു പഠിച്ചത്, BSc. ഇത്രയും കൂടെ ഉണ്ടായിരുന്നില്ല എൻ്റെ ക്ലാസ് റൂം. 13 പേര് ഒരു കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ രാവിലെ തൊട്ട് ഉച്ച വരെ. അതിനെ കോളേജ് എന്നൊക്കെ വിളിക്കാൻ പറ്റില്ല. കോളേജ് ഇതാണ്. 12th കഴിഞ്ഞതിന് ശേഷം കോളേജ് ലൈഫ് എന്താണെന്ന് ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെയാ കാണുന്നത്. പോയിട്ടുണ്ട്, പഠിച്ചിട്ടില്ല. അതിന്റെ റിയാക്ഷൻ പരിപാടികൾ കണ്ടാൽ രസമുള്ളൂ. ഞാൻ അതിലൊരു പാട്ട് ട്രാൻസ്ഫോർമേഷൻ പാടാം. मैंने पायल है छलकाई तो आजा तू हर जाए, पायल है छलकाई तो आजा तू हर जाए. നമുക്ക് വേണ്ടി ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൽ ഒരു റോൾ റിക്രിയേറ്റ് ചെയ്യാൻ ചാറ്റിന് പറ്റുവാണെങ്കിൽ അത് ഏത് റോൾ ആയിരിക്കും? കമ്മിറ്റഡ് ആണോ എന്ന് മാത്യു ചേട്ടനോട് ചോദിക്കാൻ പറഞ്ഞു. ആവാതിരിക്കാം. He's committed to work. ചോദിച്ചോട്ടെ, സിനിമയായിട്ട് committed. ജോലിയോട് മാത്രമേ കമ്മിറ്റ്മെന്റ് ഉള്ളൂ. അല്ലടാ, അവര് ചിരി അതെ അതെ. ചോദ്യം കോളേജ് കാലഘട്ടത്തിൽ എൻജോയ് ചെയ്തിട്ടുള്ള ആളാണെന്ന് മനസ്സിലായി. അപ്പൊ കോളേജ് കാലഘട്ടത്തിൽ പ്രണയം ഉണ്ടായിരുന്നോ? തീർച്ചയായിട്ടും പ്രണയം ഉണ്ടായിരുന്നു. പക്ഷെ കോളേജ് കാലഘട്ടത്തിൽ അധികം എൻജോയ് ചെയ്തിട്ടില്ല. Just kidding, JK. എന്റെ വീട്ടിലിരിക്കുന്ന ഭാര്യ തന്നെയാണ്. കാരണം അത് 11th അത് ആ പടത്തില് ഭയങ്കരമായിട്ട് റിഫ്ലക്ട് ചെയ്തിട്ടുണ്ട്. കാരണം തുടക്കമൊക്കെ ഭയങ്കര പ്രശ്നമല്ല. അവരുടെ ടീമിലേക്ക് ചെല്ലുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടാവും. നമുക്ക് മെയിൻ ഒരു 10 ദിവസം കഴിയുമ്പോഴേക്കൊക്കെ മറന്ന് വേറെ പൊളിയിലേക്ക് പോയി. എന്നുവെച്ചാൽ നമ്മൾ പിരിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി. നല്ലൊരു വൈബും നല്ലൊരു
തമിഴ് നല്ല രീതിയിൽ കളിയാക്കാനൊക്കെ തുടങ്ങി. അത് ആ കളിയാക്കാൻ എത്തണമെങ്കിൽ നല്ല രീതിയിൽ പോകട്ടെ കളിയാക്കാൻ ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ബന്ധം ഉണ്ടാവുള്ളൂ. അപ്പൊ നിങ്ങൾ തമ്മിലുള്ള ഒരു ബന്ധമാണ് ഞങ്ങൾ തമ്മിൽ ഈ പടത്തിൽ കാണുന്നത്. അനാമിക ഒന്നുമില്ലേ, രോമാഞ്ചത്തിന്റെ എല്ലാവരെയും കണ്ടുകൊണ്ട് നല്ല വൈകിലായിരിക്കും മനസ്സിലായി. കുറെ രസകരമായ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അപ്പൊ അതിൽ ഏതെങ്കിലും ഒന്ന് ഞങ്ങളെ ഷെയർ ചെയ്യാൻ പറ്റുമോ? ഇതിന്റെ കോമ്പിനേഷൻ തുടങ്ങിയത്. അപ്പൊ ഞങ്ങളുടെ ക്യാരക്ടറിന്റെ പേരൊന്നും ഓർമ്മയില്ല. ഷിൻഡോനവൻ ജിൻഡോ ജിസ് എന്നൊക്കെയാണ് ഡയലോഗ് പറഞ്ഞോണ്ടിരുന്നത്. സിനിമയിലും ടിവിയിലും കണ്ടു ഇത്ര അടുത്തെങ്കിൽ നമ്മൾ നീ കടക കണ്ടത് പറയാനൊന്നും സത്യം നമ്മളെ ഞാൻ തന്നെയാണ്, നിന്റെ മാത്രമല്ല ഞങ്ങള് ഇതിന്റെ അപ്പുറമാണ് പടം. അപ്പൊ എല്ലാവരും ഈ ഒരു എനർജി തന്നെ പോയി കാണണേ.